കോറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലിൽ ജീവനക്കാർക്ക് താൽക്കാലിക ആശ്വാസം. നാളെ മുതൽ ജീവനക്കാരെ ഓഫീസിൽ പ്രവേശിപ്പിക്കാൻ ലേബർ കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായി. ജീവനക്കാരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ഡിവൈഎഫ്ഐ. വിവരങ്ങളുമായി ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽനാഥ്, ഏതായാലും ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജീവനക്കാർക്ക് നാളെ മുതൽ ഓഫീസിൽ പ്രവേശിപ്പിക്കാം എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ന് ആ യോഗത്തിൽ കമ്പനിയെ പ്രതിനിധീകരിച്ച് ലീഗൽ അഡ്വൈസർ മാത്രമാണ് പങ്കെടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കമ്പനി ഉടമകളാണോ ഈ ലീഗൽ അഡ്വൈസർക്ക് ഈ നിർദ്ദേശം നൽകിയത്? അക്കാര്യത്തിൽ ധാരണയായോ? അത് സമ്മതിച്ചോ ജീവനക്കാർ? സിജു, തീർച്ചയായും അതായത് ഈ തൊഴിലാളികൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്പസമയം മുൻപാണ് ഈ ലേബർ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടന്ന യോഗം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ജീവനക്കാർക്ക് ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ജീവനക്കാർക്ക് കമ്പനിയിൽ പ്രവേശിക്കാം, അവർക്ക് അവരുടെ തൊഴിലിടത്തിലേക്ക് പ്രവേശിക്കാം എന്നൊരു ഉറപ്പ് നിലവിൽ ലഭിച്ചിരിക്കുന്നു. 10-ാം തീയതി മന്ത്രിയുമായുള്ള ചർച്ച നടക്കാനിരിക്കെ അതുവരെ 10-ാം തീയതി വരെ ഇവർക്ക് ഈ കമ്പനിയിൽ പ്രവേശിക്കാം. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്ത് നൽകുമെന്നാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ലേബർ കമ്മീഷണർ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അല്പസമയം മുൻപേ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ലീഗൽ അഡ്വൈസർ പുറത്തിറങ്ങി ഈ കമ്പനി അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ യോഗം നടന്ന സാഹചര്യത്തിൽ ഈ തൊഴിലാളികൾ അവരുടെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതായത് തങ്ങൾക്ക് തങ്ങളുടെ തൊഴിലിടത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി ലഭിക്കണം, അത് ഇന്നു മുതൽ തന്നെ അത്തരത്തിലുള്ള അനുമതി വേണം എന്നൊരു ആവശ്യം ഈ തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗൽ അഡ്വൈസർ പുറത്തിറങ്ങി കമ്പനി അധികൃതരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ ലേബർ കമ്മീഷണർക്ക് ലീഗൽ അഡ്വൈസർ ഈ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിടത്തിലേക്ക് പ്രവേശിക്കാം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകും എന്നൊരു ഉറപ്പാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലും നിലവിൽ ഇപ്പോൾ ലേബർ കമ്മീഷണർ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് അവരുടെ 2.5 മാസത്തെ ശമ്പളം വന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ കമ്പനിയുടെ ഭാഗത്തുള്ള ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ തന്നെ, അതായത് ഇത്തരത്തിലുള്ള നടപടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ 2.5 മാസത്തെ ശമ്പളം അത് തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് നൽകുകയായിരുന്നു. അത് അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു നടപടി അത് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് ആ ശമ്പളം അത് നിർത്തിവെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വരുന്നത് നിർത്തിവെക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2.5 മാസത്തെ ശമ്പളം ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ലീഗൽ അഡ്വൈസർ പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഗുരുതരമായ ഒരു വീഴ്ച കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് നിയമപ്രകാരം 100 അല്ലെങ്കിൽ അതിൽ കൂടുതലോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ ഇത്തരത്തിൽ കമ്പനി അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ പിൻവാങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി സർക്കാരിനെ അറിയിക്കേണ്ട ഒരു നടപടിക്രമമുണ്ട്. പക്ഷേ അത് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം ലേബർ കമ്മീഷൻ നിലവിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളി യൂണിയൻ പ്രതിനിധികളൊക്കെ തന്നെ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ ലേബർ കോഡ് അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണുന്നുണ്ട്. ലേബർ കോഡ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ചൂഷണം തൊഴിലാളികൾക്കെതിരെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായി ഈ കോറോ ഹെൽത്ത് കമ്പനി മാറിയിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ തൊഴിലാളി പ്രതിനിധികൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ കേരളത്തിലും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാകുന്നു എന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വലിയൊരു ആശങ്ക കൂടി ഇവിടെയുള്ള തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇവിടെയുള്ള തൊഴിലാളികൾക്ക് ഒരു ആശ്വാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ആവശ്യം താൽക്കാലികമായെങ്കിലും നിലവിലിപ്പോൾ കമ്പനി കേട്ടിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ച നടക്കുന്ന ദിവസത്തേക്കെങ്കിലും അവർക്ക് അവരുടെ തൊഴിൽ ഇടത്തിലേക്ക് പ്രവേശിക്കാം, അവർക്ക് അവിടെ സ്ഥാപനത്തിൽ കയറാം. അതോടൊപ്പം തന്നെ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അത് ഈ കമ്പനി നൽകുകയും ചെയ്യും എന്ന് കമ്പനി നിലവിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ലീഗൽ അഡ്വൈസർ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ CPIM ഈ വിഷയത്തിൽ ഇടപെട്ടു. ഈ സമരം ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാകണം കമ്പനി അധികൃതർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് എടുത്തിരുന്നില്ല, അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് പ്രതിഷേധം, ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അവിടെ ജീവനക്കാരെ തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസിനോട് തർക്കിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ്, അതിൻ്റെ ഫലമായിട്ടാകണം ഈ തീരുമാനത്തിലേക്ക് വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഈ തൊഴിലാളികളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റവും ആദ്യം ഇടപെട്ടത് ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ ഇടത് തൊഴിലാളി യൂണിയൻ തന്നെയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ചിത്രങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇന്ന് രാവിലെയോടുകൂടി ഈ കമ്പനിയുടെ ഉറപ്പ് പ്രകാരം തൊഴിലാളികൾ ഈ കോറോ ഹെൽത്ത് കമ്പനിയിലേക്ക് വരികയാണ്. പക്ഷേ അവരെ അകത്തേക്ക് കയറ്റേണ്ട എന്നൊരു നിർദ്ദേശം കമ്പനി അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പുറത്ത്, ആ ഗേറ്റിന് പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം
സ്ഥാപനമായിരുന്നു. അതിൽ പ്രായമായവർ ഉണ്ടായിരുന്നു, ഗർഭിണികൾ ഉണ്ടായിരുന്നു, അത്തരത്തിൽ നിരവധി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവർ ഇത്തരത്തിൽ ഗേറ്റിന് പുറത്ത് അവരെ നിർത്തിയ കമ്പനി നിലപാടിനെതിരെ ആ സംഭവ സ്ഥലത്തേക്ക് ഡിവൈഎഫ്ഐ ഒപ്പം തന്നെ ഇടത് തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൃത്യമായ ഇടപെടൽ ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനോടക്കം തർക്കിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളെയും, അതായത് കമ്പനിയുടെ എല്ലാ നിലപാടുകൾക്കും എതിരെ ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ ഇടത് തൊഴിലാളി യൂണിയനും ഒക്കെ മുന്നോട്ട് വരികയും തൊഴിലാളികളെ അകത്തു കയറ്റുവാനുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുകയുമായിരുന്നു. അതേസമയം തന്നെ ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു യോഗത്തിൻ്റെ ഭാഗമായും തൊഴിലാളികൾക്ക് അനുകൂലമായൊരു നിലപാട് ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെയും ഇത്തരത്തിൽ തൊഴിലാളി യൂണിയൻ, പ്രത്യേകിച്ച് ഇടത് തൊഴിലാളി യൂണിയൻ്റെ ഭാഗത്തുള്ള നേതാക്കൾ, ഭാരവാഹികൾ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ തൊഴിലാളികളുടെ ആവശ്യം എന്താണ് എന്നത് കൃത്യമായി തന്നെ ലേബർ കമ്മീഷണർ ഓഫീസറെയും ഒപ്പം തന്നെ അഡീഷണൽ ലേബർ കമ്മീഷണർ ഓഫീസറെയും മറ്റു ഉദ്യോഗസ്ഥരെയും MLAയും ഒക്കെ ധരിപ്പിക്കാൻ വേണ്ടി ഈ യോഗത്തിലുണ്ടായിരുന്നത് ഇടത് തൊഴിലാളി യൂണിയൻ്റെ ഭാരവാഹികൾ തന്നെയാണ്. അത് കൃത്യമായി അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി, അതായത് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് അനുകൂലമായി വരും ദിവസങ്ങളിൽ അവരെ ഈ തൊഴിലിടത്തിലേക്ക് കയറ്റുവാനുള്ള അനുമതി വാങ്ങിക്കൊടുത്തത് എന്നുള്ളതാണ്. അത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഇടത് തൊഴിലാളി യൂണിയൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സിജു.